ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് പച്ചമാങ്ങ വെച്ചൊരു മാങ്ങ പച്ചടിയുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാങ്ങ പച്ചടി ഉണ്ടാക്കാനായി ഞാനൊരു പുളിയില്ലാത്തൊരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളി എല്ലാം ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു കപ്പ് കട്ടിപ്പാലാണ്, തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയതായി അരിഞ്ഞതാണ്. പിന്നെ ഒരു കറിവേപ്പില. പിന്നെ ഇതിന് ലാസ്റ്റ് കടുക് താളിച്ച് കൊടുക്കണം. ഇതിനു വേണ്ടി ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പുളിയില്ലാത്ത മാങ്ങയാണ്, എൻ്റെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണിത്. ഇത് ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ളതാണ്. ഒരു കപ്പ് ഉണ്ട്, അത് നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ഉള്ളിയാണ്, ഒരു ഉള്ളി 1/2 കപ്പുണ്ട്, വലിയ ഉള്ളിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്ത് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. പിന്നെ 2 പച്ചമുളകാണ്, അതും എല്ലാം ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം. അതും ഒരു ടേബിൾ സ്പൂൺ ഉണ്ട്. അതും കൂടി നമുക്ക്, ഇതൊക്കെ അളവ് കറക്റ്റായിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നീട് ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടിക്കെടുക്കണം. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതൊക്കെ ഞരടിയെടുക്കണം. കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടിയെടുക്കാം. ഇത് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഞരടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് ഒരു കപ്പ് കട്ടിപ്പാലാണ്, 1/2 മുറി തേങ്ങയുടെ കട്ടിപ്പാലാണിത്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒഴിച്ച് കൊടുക്കണം. കടുകും വറ്റൽമുളകും താളിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പച്ചമാങ്ങ പച്ചടിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുവാനും. ഇപ്പോൾ കൂടുതൽ മാങ്ങയുടെ സീസണാണല്ലോ, ആ സമയത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്, അവർ കഴിച്ചുകൊള്ളും. എന്നാൽ നമുക്കിത് താളിച്ചൊഴിച്ച് കൊടുക്കാം. കടുക് താളിക്കാനായി ഒരു പാൻ സ്റ്റൗ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അവിടുന്ന് പൊട്ടി വരട്ടെ. ഒരു വറ്റൽമുളക് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതാണ്ട് കറിവേപ്പിലയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയായ മാങ്ങ പച്ചടി ഇവിടെ റെഡിയാണ്. ഇത് വെറുതെ കഴിക്കുവാനും നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ കഴിക്കുവാനും നല്ല ടേസ്റ്റാണ്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.